കഥാമൃതം വിക്രമാദിത്യ കഥകൾ. കലാവതി എന്ന ഒന്നാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥയുടെ തുടർച്ച. കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞവസാനിപ്പിച്ചെടുത്തു നിന്ന് തുടങ്ങാം. വിക്രമാദിത്യൻ എന്ന വിദ്യാസാഗരന്റെ ദ്വിതീയ പുത്രൻ കലിംഗ രാജ്യത്തെ രാജാവും അനുജൻ ഭട്ടി മന്ത്രിയുമായി സ്ഥാനാരോഹണം ചെയ്തു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് രാജ്യം ഭരിച്ചു വരുമ്പോൾ വിക്രമാദിത്യന് കലിംഗ രാജ്യം എത്രയോ ചെറുതും ദ്രവ്യപുഷ്ടി കുറവുള്ളതുമായിരിക്കുന്നുവെന്നും അതിനാൽ ഒരു പ്രത്യേകമായ നഗരസ്ഥാപനം അത്യന്താപേക്ഷിതവുമാണെന്ന് തോന്നലുണ്ടായി. പർവ്വത സമീപത്ത് ഒരു നദിയുള്ളതും 20 നാഴിക വ്യാസമുള്ളതും നിമ്നോന്നതങ്ങൾ കൂടാതെ നിരപ്പുള്ളതും ഒരു ക്ഷേത്രമുള്ളതുമായ സ്ഥലം ഇതിനായി കണ്ടെത്തണമെന്നും ഭട്ടിയോട് ആവശ്യപ്പെട്ടു. ഭട്ടി അപ്പോൾ തന്നെ വിക്രമാദിത്യന്റെ അനുവാദവും വാങ്ങി സ്ഥലാന്വേഷണത്തിനായി പുറപ്പെട്ടു. ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ വനഗിരി എന്നു പേരായ ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ എത്തിപ്പെടുകയും ആ പ്രദേശം വിക്രമാദിത്യന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഉദ്ദേശം 20 നാഴിക വ്യാസമുള്ള ആ പ്രദേശത്തു കൂടി സുമംഗളം എന്നൊരു നദി ഒഴുകുകയും ഉന്നതമായ ഒരു അരയാൽ വൃക്ഷത്തിനടുത്തായി ഭദ്രാക്ഷേത്രം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ഭട്ടി ആ ഭദ്രാക്ഷേത്രത്തിൽ കയറി തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ഒരു ശിലാലിഖിതം കണ്ടു. ആ നദിക്കരയിൽ ഒരു വൃക്ഷത്തിൽ ചക്രാകാരമായിട്ടുള്ള 7 ഉറികൾ കെട്ടിയിട്ടുണ്ട്. അവ ഒറ്റവെട്ടിന് ഖണ്ഡിച്ച് ആ ശക്തിയോടുകൂടി നദിയിൽ നാട്ടിയിട്ടുള്ള ശൂലമുനയിന്മേൽ തലകീഴായി പതിച്ചാൽ ഉടൻ ഭദ്രാദേവി പ്രസന്നയായി സകലാഭിഷ്ടങ്ങളും നൽകുന്നതായിരിക്കും. കൂടാതെ അങ്ങനെ ചെയ്യുന്നയാൾ ചക്രവർത്തിയായും ഭവിക്കും. ഇതായിരുന്നു ആ ശിലാലിഖിതത്തിന്റെ ഉള്ളടക്കം. ഈ വസ്തുത തൻ്റെ ജ്യേഷ്ഠനും രാജാവുമായ വിക്രമാദിത്യനെ ഉടൻ അറിയിക്കണമെന്ന് ചിന്തിച്ച് ഭട്ടി ഭദ്രയെ വണങ്ങിക്കൊണ്ട് കലിംഗ ദേശത്തേക്ക് പുറപ്പെട്ട് ഏറെ ദൂരം സഞ്ചരിച്ച് വിക്രമാദിത്യന്റെ സന്നിധിയിലെത്തി. തമ്മിൽ പിരിഞ്ഞിരുന്നതിൻ്റെ മനക്ലേശം രണ്ടുപേരും ഒരാലിംഗനം കൊണ്ട് പരിഹരിച്ച് ശേഷം ഭട്ടി അറിഞ്ഞ സകല വസ്തുതകളും വിക്രമാദിത്യനെ അറിയിച്ചു. അവർ ഉടൻ തന്നെ പുറപ്പെടാൻ തീരുമാനിക്കുകയും ഉപമന്ത്രിയെ വരുത്തി ഭരണകാര്യങ്ങളെ ഏൽപ്പിച്ച് മധ്യാഹ്നശേഷം വനഗിരിയുടെ തടത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അവർ യാത്ര ചെയ്ത് വനഗിരിയിലെത്തുകയും നദിയിൽ സ്നാനം ചെയ്ത് ഭദ്രാക്ഷേത്രത്തിൽ ചെന്ന് വന്ദിച്ചതിനു ശേഷം മുൻപറഞ്ഞ ശിലാലിഖിതം വായിക്കുകയും ചെയ്തു. ശിലാലിഖിതത്തിൽ കണ്ടത് പ്രകാരം അനുഷ്ഠിക്കുന്നതിന് ഒരുമ്പെട്ട് വിക്രമാദിത്യൻ നദിക്കരയിൽ നിന്നിരുന്ന വൃക്ഷത്തിൽ കയറിയിരുന്ന് ആ ശൂലം കണ്ട് ഇതിൽ പതിക്കേണ്ട ക്രമം എങ്ങനെയാണെന്ന് ഭട്ടിയോട് ചോദിച്ചു. അവിടുന്ന് വലത് കൈയിൽ ഖഡ്ഗത്തോടു കൂടി ഒരു ഉറിയിൽ തൂങ്ങി ഒന്നിൽ ഇടതുകാൽ ചവിട്ടി പിടിച്ചുകൊണ്ട് വലതുകാല് കൊണ്ട് 1-2 കറക്കം കറങ്ങിയാൽ 7 ഉറികളും ഒന്നായി ചേർന്ന് തിരിഞ്ഞൊരു ചരട് പോലെ മുറുകിച്ചേരും. ഉടൻ തന്നെ അവയെ ഒരു വെട്ടുകൊണ്ട് ഖണ്ഡിക്കുകയും അവ നിലത്ത് പതിക്കുന്നതിന് മുമ്പ് അവയിൽ നിന്ന് ഒരു കുതിപ്പോടുകൂടി വായുവേഗം പാഞ്ഞ് ആ ശൂലത്തിന്മേൽ പതിക്കുകയും ചെയ്യണം. ഭട്ടിയുടെ ഉപദേശപ്രകാരം വിക്രമാദിത്യൻ ചെയ്യുകയും ഉടൻ തന്നെ ഭദ്രാദേവി ശൂലത്തിന്റെ അടുത്തുനിന്ന് അയാളുടെ ശിരസ് ആ ശൂലത്തിൽ പതിക്കുന്നതിന് മുൻപേ വിക്രമാദിത്യനെ താങ്ങിയെടുത്ത് കരയിൽ നിർത്തി അനുഗ്രഹിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് നടകൊണ്ടു. വിക്രമാദിത്യനും ഭട്ടിയും പിറകെ ഭക്തി സംയുക്തരായി നടന്ന് ക്ഷേത്രത്തിൽ ചെന്നു. ഭദ്രാദേവി സ്വർണ്ണപീഠത്തിൽ കയറിയിരുന്നു. വിക്രമാദിത്യനും ഭട്ടിയും പല പ്രകാരമുള്ള സ്തോത്രങ്ങൾ ചൊല്ലി ദേവിയെ സ്തുതിച്ചു. ഭദ്രാദേവി വിക്രമാദിത്യന് ചക്രവർത്തി പദവും സകല ഐശ്വര്യങ്ങളും സാമ്രാജ്യത്വവും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും അനവധി ദ്രവ്യങ്ങൾ ഇരിക്കുന്ന നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്ത് അവിടെ തന്നെ മറഞ്ഞു. വിക്രമാദിത്യനും ഭട്ടിയും കൂടി ആ ദ്രവ്യങ്ങളെല്ലാം എടുത്ത് ആ പ്രദേശത്തെ അതിരമ്യമായ നഗരമാക്കി തീർത്തു. അതിവിശാലമായ 7 നിലകളുള്ള സൗധങ്ങളോട് കൂടിയ രാജധാനിയും നിർമ്മിച്ചു. ഒരു രാജധാനിക്കും നഗരത്തിനും വേണ്ട സകല സാമഗ്രികളും സൗകര്യങ്ങളും ഉണ്ടാക്കി ആ നഗരത്തിന് ഉജ്ജയിനി എന്ന നാമകരണവും ചെയ്തു. അനന്തരം തൻ്റെ പട്ടമഹിഷിയോടും മറ്റു പത്നിമാരോടും കൂടി വിക്രമാദിത്യനും ഭട്ടിയും പ്രജകളെ പരിപാലിച്ച് ഉജ്ജയിനി നഗരത്തെ ഐശ്വര്യപൂർണമാക്കി. ഇങ്ങനെയിരിക്കെ ഇന്ദ്രസദസ്സിൽ നടത്തുന്ന നർത്തനോത്സവത്തിൽ പ്രധാന നർത്തകികളായ ഉർവശിയും രംഭയും തമ്മിൽ മത്സരിക്കേണ്ടി വന്നു. രണ്ടുപേരും ഒരേപോലെ യോഗ്യരായിരുന്നതിനാൽ ഇവരെ താരതമ്യം ചെയ്ത് നിശ്ചയിക്കാൻ ആർക്കും കഴിയായകയാൽ മത്സരം ദിവസങ്ങളോളം നീണ്ടു. ഒരു ദിവസം നാരദൻ ഇന്ദ്രനോട് വിക്രമാദിത്യനെ വരുത്തിയാൽ മത്സരത്തിന്റെ വിധി നിർണയം എളുപ്പം നടത്താമെന്നും അയാളോളം കൗശലബുദ്ധിയുള്ളവർ ദേവസംഘത്തിൽ പോലും ഇല്ല എന്നും പറഞ്ഞു. ഇന്ദ്രൻ ഉടൻ തന്നെ മാതലിയെ അയച്ച് വിക്രമാദിത്യനെ വരുത്താനുള്ള ഏർപ്പാട് ചെയ്തു. വിക്രമാദിത്യൻ ഭദ്രാക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി രാജ്യം ഭട്ടിയെ ഏൽപ്പിച്ച് മാതലിയോടൊപ്പം തേരിൽ യാത്രയായി. ആകാശമാർഗം അതിവേഗം തേരിൽ സഞ്ചരിച്ച് മാതലിയോടൊപ്പം വിക്രമാദിത്യൻ ഇന്ദ്രസഭയിൽ എത്തിച്ചേർന്നു. വിക്രമാദിത്യൻ ഇന്ദ്രനെ കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു.
ഉടൻ തന്നെ ഇന്ദ്രൻ വിക്രമാദിത്യനെ എഴുന്നേൽപ്പിച്ച് ഒരു സിംഹാസനത്തിൽ ഇരുത്തി. നാരദർ പറഞ്ഞ പ്രകാരം ഇവൻ സൗന്ദര്യത്തിൽ മന്മഥനെയും പരാക്രമത്താൽ സാക്ഷാൽ ശ്രീ പരമേശ്വരനെയും വിദ്യയാൽ ബൃഹസ്പതിയെയും വിനയത്താൽ മഹാവിഷ്ണുയെയും ജയിക്കുന്നു. ഇത്ര ബലശാലിയായിരുന്നിട്ടും വിനയം ഇവൻ്റെ മുഖമുദ്രയുമാണ്. അനന്തരം തമ്മിൽ കുശല പ്രശ്നങ്ങൾ ചെയ്തു. അതിനുശേഷം വിക്രമാദിത്യനെ സകല സൗകര്യങ്ങളോടും കൂടി താമസിപ്പിച്ചു. അടുത്ത ദിവസം വിക്രമാദിത്യൻ സായം സന്ധ്യയ്ക്ക് മുമ്പായി നന്ദനവനത്തിൽ ചെന്ന് ജാതി, മല്ലി, പാരിജാതം മുതലായ പുഷ്പങ്ങളാൽ ചെണ്ടുകളുണ്ടാക്കി അതിൽ തേൾ, കടന്നൽ തുടങ്ങിയ ജീവികളെ അതിനുള്ളിൽ ഒളിപ്പിച്ചു. രാത്രിയിൽ നൃത്തരംഗത്തെത്തി ഉർവശി രംഭമാരുടെ നൃത്തമത്സരം ഇന്ദ്രാദികളോടൊപ്പം വീക്ഷിച്ചു. അല്പസമയത്തിനു ശേഷം വിക്രമാദിത്യൻ ഇങ്ങനെ പറഞ്ഞു: രംഗത്ത് നിങ്ങൾ അതിമനോഹരികളാണെങ്കിലും വെറും കൈകളോട് കൂടി നിന്ന് കളിക്കുന്നതിനേക്കാൾ ശോഭ നൽകും ഈ ചെണ്ടുകൾ നിങ്ങളുടെ കരപല്ലവങ്ങളെ അലങ്കരിച്ചാൽ എന്നു പറഞ്ഞ് 2 പേർക്കുമായി ചെണ്ടുകൾ നൽകി. കളി മുറുകിയപ്പോൾ താളമേളങ്ങളുടെ പെരുക്കത്തിനനുസരിച്ച് ചെണ്ടിൽ പിടിച്ചിരുന്ന രംഭയുടെ കൈ മുറുകുകയും അതിനകത്തുണ്ടായിരുന്ന കടന്നൽ അസഹ്യമായ വേദനയാൽ കോപിച്ച് രംഭയുടെ കയ്യിൽ കുത്തുകയും രംഭ ആ വേദനയാൽ കൈ കുടഞ്ഞ് പൂച്ചെണ്ട് ദൂരെ എറിയുകയും കളിയിലെ താളം തെറ്റി എല്ലാം അവതാളത്തിൽ കലാശിക്കുകയും ചെയ്തു. എന്നാൽ ഉർവശിയുടെ കളിക്ക് അപ്രകാരമുള്ള മുരട്ടു സമ്പ്രദായമില്ലാത്തതിനാൽ അവൾ മന്ദമായി കളിക്കുകയും പൂച്ചെണ്ട് മുറുകാതെ പിടിക്കുകയും ചെയ്യുകയാൽ അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചതേയില്ല. വിക്രമാദിത്യൻ എഴുന്നേറ്റ് ഇന്ദ്രാദികളോട് ഈ കളിയിൽ ഇപ്പോൾ രംഭയ്ക്ക് തോൽവിയും ഉർവശിക്ക് ജയവുമാണ് എന്നു പറഞ്ഞ് ഉണ്ടായ കാര്യങ്ങൾ അതിവിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. വിക്രമാദിത്യൻ്റെ വൈദഗ്ധ്യത്തെ മാനിച്ചുകൊണ്ട് ഇന്ദ്രനും മറ്റ് ദേവന്മാരും ഋഷിമാരും കൂടി വിക്രമാദിത്യനെ അനുഗ്രഹിക്കുകയും ഇന്ദ്രന് ത്രിലോകാധിപത്യം ലഭിച്ച സന്ദർഭത്തിൽ ശ്രീ പരമേശ്വരൻ നൽകിയ സിംഹാസനവും 1000 സംവത്സരം അതിൽ ഇരുന്ന് രാജ്യം ഭരിക്കുവാനുമുള്ള ആയുർവൃദ്ധിയും കൊടുക്കുകയും ചെയ്തു. രത്നം പതിച്ച ഈ സ്വർണ സിംഹാസനം 32 സോപാനങ്ങളോടും അവയിൽ കാവലായി 32 സാലഭഞ്ജികകളോടും കൂടിയതാണ്. ശേഷം ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം മാതുലി പുഷ്പക വിമാനത്തിൽ വിക്രമാദിത്യനെയും സിംഹാസനത്തെയും ഭൂലോകത്തിൽ കൊണ്ടുചെന്നാക്കി. വിക്രമാദിത്യൻ ഭട്ടിയോട് നടന്ന കാര്യങ്ങൾ വിശദമായി പറയുകയും ചെയ്തു. അവിടത്തേക്ക് 1000 വയസ്സുവരെ ഇരിക്കുന്നതിന് വരം മേടിച്ചതല്ലാതെ എനിക്കും കൂടി അപ്രകാരം ചെയ്തിട്ടുണ്ടോ എന്ന ഭട്ടിയുടെ ചോദ്യത്തിന് ഇല്ല എന്നു മാത്രം മറുപടി പറഞ്ഞ് ദേവസഭയിൽ എത്തിയതിൽ പിന്നെ ഭട്ടിയെക്കുറിച്ച് ചിന്തിക്കുക കൂടി ചെയ്തില്ലല്ലോ എന്നോർത്ത് വിക്രമാദിത്യൻ കഠിനമായി വ്യസനിച്ചു. തനിക്കതിൽ വിഷമമൊന്നുമില്ല എന്ന സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ഭട്ടി വിക്രമാദിത്യൻ്റെ സങ്കടം ഇല്ലാതാക്കി പിരിഞ്ഞെങ്കിലും ഭട്ടി തൻ്റെ അൽപായുർ യോഗത്തെക്കുറിച്ച് വിചാരമഗ്നനായി അർദ്ധരാത്രിയോളം കഴിച്ചുകൂട്ടി. അനന്തരം ഭദ്രാദേവിയെ സേവിച്ച് 2000 സംവത്സരം ജീവിക്കണമെന്ന അനുഗ്രഹം മേടിക്കണമെന്നുറച്ച് അർദ്ധരാത്രിയിൽ ഭദ്രാക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഈ രാത്രിയിൽ എന്തിനായി വന്നു എന്ന് ദേവി: എൻ്റെ ജ്യേഷ്ഠനായ വിക്രമാദിത്യൻ ദേവലോകത്ത് പോയി 1000 സംവത്സരം ജീവിച്ചിരിക്കുവാനുള്ള വരം മേടിച്ചു വന്നു. എന്നോട് കൃപയുണ്ടായി അദ്ദേഹത്തോടു കൂടി 2000 സംവത്സരം ജീവിച്ചിരിക്കാൻ എനിക്ക് വരമരുളി അനുഗ്രഹിക്കണം എന്ന് ഭട്ടി. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിന്റെ അഭിഷ്ടം സാധിക്കും എന്ന് ദേവി. ഞാൻ തയ്യാറാണ്, കൽപ്പിച്ചാലും. എന്നാൽ വിക്രമാദിത്യൻ്റെ ശിരസ് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഈ ബലിപീഠത്തിൽ വച്ചാൽ നിന്റെ പ്രാർത്ഥന നിറവേറ്റുന്നതാണ്. ക്ഷണത്തിൽ ഭട്ടി രാജമന്ദിരത്തിൽ പാഞ്ഞെത്തി. ഉറങ്ങിക്കിടന്നിരുന്ന വിക്രമാദിത്യൻ ഉണർന്നു നോക്കി. കയ്യിൽ വാളുമായി നിൽക്കുന്ന ഭട്ടിയെ കണ്ടു. എന്താണ് ഈ അസമയത്ത് എന്ന് ചോദ്യം. ഒരു കാര്യാർത്ഥം താങ്കളുടെ ശിരസ് വെട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന് മറുപടി. വിക്രമാദിത്യൻ മറുപടി പറയാതെ നിദ്ര തുടർന്നു. ഭട്ടി നിമിഷാർദ്ധത്തിൽ വിക്രമാദിത്യൻ്റെ ശിരസ് വെട്ടിയെടുത്ത് അതിവേഗം പാഞ്ഞ് ഭദ്രാദേവിയുടെ ക്ഷേത്രത്തിലെത്തി ശിരസ് ബലിപീഠത്തിൽ വച്ച് പ്രാർത്ഥിച്ചു. ഭട്ടിയെ തിരികെ പ്രതീക്ഷിക്കാതിരുന്ന ദേവി ഒടുവിൽ നീ 2000 സംവത്സരം ജീവിച്ച് ഭൂമിയിൽ വാഴുക എന്നനുഗ്രഹിച്ചു. ഇത് കേട്ട് ഭട്ടി ചിരിച്ചു. നീ ചിരിക്കുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ദേവി. ഇന്ദ്രൻ 1000 സംവത്സരം ജീവിച്ചിരിക്കാൻ അനുഗ്രഹിച്ചിട്ട് ഇതാ വിക്രമാദിത്യൻ്റെ ശിരസ് പീഠത്തിലിരിക്കുന്നു, ശരീരം രാജമന്ദിരത്തിലും. ഇപ്രകാരം വരം കിട്ടുന്നതിൻ്റെ ഗുണം എന്ത് എന്നോർത്ത് ചിരിച്ചതെന്ന് ഭട്ടി. ശേഷം ഭട്ടി വിക്രമാദിത്യനെ ജീവിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുകയും ദേവി ഈ ശിരസ് കൊണ്ടുചെന്ന് ആ ശരീരത്തോട് ചേർത്ത് തീർത്ഥജലം തളിച്ച് ഈ മന്ത്രം ജപിച്ചാൽ നിന്റെ ആഗ്രഹപ്രകാരം വിക്രമാദിത്യൻ ജീവിച്ചെഴുന്നേൽക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ദേവിയുടെ ഉപദേശപ്രകാരം ഭട്ടി പ്രവർത്തിക്കുകയും വിക്രമാദിത്യൻ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. വിക്രമാദിത്യന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒന്നും അറിയായകയാൽ ഭട്ടി നടന്നത് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു.
അപ്പോൾ വിക്രമാദിത്യൻ, ഞാൻ 1000 വത്സരം ജീവിതകാലം സമ്പാദിച്ചപ്പോൾ നീ 2000 വത്സരം സമ്പാദിച്ചല്ലോ. എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ 1000 സംവത്സരം നീ എങ്ങനെ കഴിച്ചു കൂട്ടുവാനാണ് ഭാവിച്ചിരിക്കുന്നത്? മറുപടിയായി ഭട്ടി ഇപ്രകാരം പറഞ്ഞു: കേറിയ സിംഹാസനം ഇറങ്ങാതാണല്ലോ 1000 സംവത്സരം അങ്ങയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 6 മാസം രാജ്യഭരണവും 6 മാസം വനസഞ്ചാരവുമായി ജീവിതത്തെ നയിക്കുന്നതായാൽ നമുക്ക് 2000 വത്സരവും ഒരുമിച്ചിരിക്കുന്നതിന് സാധ്യമാകുന്നതാണ്. ഈ വിധത്തിൽ രണ്ടുപേരും കൂടി രാജ്യപരിപാലനം ചെയ്യുകയും അനവധി ശത്രു രാജാക്കന്മാരെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തുകയും അവരിൽ നിന്ന് കപ്പം വാങ്ങി ചക്രവർത്തിയായി ഭൂമണ്ഡലത്തെ അടക്കി വാഴുകയും ചെയ്തു. ഇങ്ങനെയുള്ള ചക്രവർത്തി ഉപവേശിച്ചിരുന്ന ഈ സിംഹാസനത്തിൽ അതിൻ്റെ 1000-ലൊരംശമെങ്കിലും സാമർഥ്യമുണ്ടെങ്കിൽ അങ്ങേക്ക് ഉപവേശിക്കുന്നതിന് ന്യായമുണ്ട്. അല്ലാത്ത പക്ഷം അതിന് മുതിരേണ്ട. ഇങ്ങനെ പറഞ്ഞ് ഒന്നാമത്തെ സാലഭഞ്ജികയായ കലാവതി അവിടെ തന്നെ നിശ്ചലയായി. അടുത്ത സാലഭഞ്ജികകൾ പറയുന്ന കഥകൾ കേൾക്കാനും വേതാളം എങ്ങനെ വിക്രമാദിത്യൻ്റെ സഹചാരിയായെന്നും വേതാളം പറയുന്ന ആവേശോജ്വല കഥകൾ കേൾക്കാനും അടുത്ത ലക്കങ്ങൾക്കായി കാത്തിരിക്കുക. നന്ദി.